അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് താവളങ്ങളും ഇസ്രയേലും ഞങ്ങളുടെ നിയമാനുസൃതമായ ലക്ഷ്യങ്ങളായി മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന വാർത്തയാണിത്. ഇറാൻസ് പാർലമെന്റ് സ്പീക്കർ വാണ്ട്സ് US ആൻഡ് ഇസ്രായേൽ വുഡ് ബി ലെജിറ്റിമേറ്റ് ടാർഗറ്റ് എന്നാണ്. അതായത് അമേരിക്ക ഏതെങ്കിലും രീതിയിൽ ഇടപെടാൻ ഇറാനിൽ ഒരു സൈനിക ഇടപെടൽ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന്റെ മറുപടി മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ താവളങ്ങളും ഞങ്ങൾ ആക്രമിക്കും. അതോടൊപ്പം തന്നെ അതേസമയം ഇസ്രയേലിന് നേരെയും ആക്രമണം ഉണ്ടാകുമെന്നാണ്. ഇത് രണ്ടും ഞങ്ങളുടെ നിയമാനുസൃത ടാർഗറ്റുകളായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് റഷ്യയുടെ നാവികസേനയുടെ ഒരു അനലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഏതെങ്കിലും രീതിയിൽ ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള താവളങ്ങൾ, പ്രത്യേകിച്ച് ബഹ്റൈൻ, അതുപോലെ തന്നെ ഖത്തർ, അതേപോലെ തന്നെ UAE, ഇറാഖ്, ഒമാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ ഇതെല്ലാം ഇറാന്റെ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ പരിധിക്കുള്ളിലാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഓർമ്മപ്പെടുത്തിയ പ്രധാനപ്പെട്ട കാര്യം, ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ അമേരിക്കയുടെ ഖത്തറിലുള്ള ഉദൈദിലെ വ്യോമ താവളത്തിന് നേരെ ഇറാൻ അവരുടെ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു. 12 മിസൈലുകൾ ഇറാൻ ഉപയോഗിച്ചു. അതും അമേരിക്കയുടെ അറിവോടുകൂടെയാണ് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എന്നിട്ട് പോലും അമേരിക്കയുടെ സെൻകോമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഇറാൻ ആക്രമിച്ച് തകർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് ഒരു 12 മിസൈലുകളാണ് ഖത്തറിലെ ഉദൈദിന് നേരെ ഇറാൻ ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് നമുക്ക് അമേരിക്കയുടെ ഓരോ താവളങ്ങൾക്ക് നേരെ 100 കണക്കിന് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പായുന്നത് കാണാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പ്രധാനമായി ഊന്നിപ്പറഞ്ഞ കാര്യം. ഈ 5 രാഷ്ട്രങ്ങൾ ഇവിടെയെല്ലാം ഇറാന്റെ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ പരിധിക്കുള്ളിലാണ് എന്നാണ്. ഈ മിസൈലുകളാകുമ്പോൾ ധാരാളം മിസൈലുകൾ ഇറാന് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 100 കണക്കിന് മിസൈലുകൾ ഈ താവളങ്ങൾക്ക് നേരെ പായുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ്. ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തുമ്പോൾ അവിടെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഉപയോഗിക്കേണ്ടി വരിക. അതേസമയത്ത് ഈ താവളങ്ങളെല്ലാം ഹ്രസ്വദൂര മിസൈലുകൾ കൊണ്ട് തന്നെ ആക്രമിക്കാൻ സാധിക്കും. പക്ഷേ ഈ താവളങ്ങളിലൊന്നും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ല എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. മാത്രമല്ല, ഇനി ഇപ്പോൾ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ പ്രധാനമായും അവരുടെ ബറാക്കുകളും അതുപോലെ ഹെഡ്ക്വാർട്ടേഴ്സുകളും പ്രധാനപ്പെട്ട സൈനിക ആസ്ഥാനങ്ങളെയുമായിരിക്കും ഇറാൻ ആക്രമിക്കുക. ഇവിടെയൊന്നും മിസൈലുകളിൽ നിന്ന് സുരക്ഷിതമാകാൻ പറ്റിയ ബങ്കറുകൾ ഇല്ല എന്നുകൂടെ ചേർക്കുന്നു. ഇതെല്ലാം അമേരിക്കൻ സൈനികർക്ക് വലിയ ഗുരുതരമായ സാഹചര്യങ്ങൾ ഇതിലൂടെ വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അമേരിക്ക അങ്ങനെയുള്ള ഒരു സൈനിക ഇടപെടലിന് ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിലൊന്നും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ ഇപ്പോൾ നിലവിലില്ല. എന്നാൽ ഇനി കപ്പലുകളെ എത്തിക്കണം എന്ന് തീരുമാനിച്ചാൽ തന്നെ എന്തായാലും ഒരു 10 ദിവസമൊക്കെ എടുക്കുമെന്ന കാര്യം നമുക്കറിയാം. അതേസമയം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളുമായി എങ്ങനെ ഇറാനിൽ ഇടപെടണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇറാനിലെ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ആളിക്കത്തിക്കുക എന്ന് തന്നെയാണ് അമേരിക്കയുടെ പദ്ധതി. എന്നാൽ അതിനെ എല്ലാ അർത്ഥത്തിലും നിർവീര്യമാക്കാനാണ് ഇപ്പോൾ ഇറാൻ ശ്രമിക്കുന്നത്.